ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു ദൈവ അനുഗ്രഹത്താൽ. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അമ്മൂസ് കിച്ചണിലേക്ക്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മഷ്റൂം കറി വളരെ ലളിതമായിട്ട് എങ്ങനെ പാചകം ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതിലേക്ക് ആവശ്യം ഞാനൊരു 1/2 കിലോ മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കളെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് വയ്ക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ക്യാപ്സിക്കം, കളർഫുള്ളായിട്ടുള്ള മഞ്ഞ, ചുവപ്പ്, പച്ച കളറുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഓക്കെ, സോ നമുക്കിതിലേക്ക് വേണ്ടത് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ചോപ്പറിലിട്ട് തിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ചെറുതായിട്ട് ചോപ്പറിലിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം 2 ഏലക്കായ അതുപോലെ 3 ഗ്രാമ്പു അതിലിടയ്ക്ക് ഇട്ട് ചൂടാക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 കഷ്ണം കറുവപ്പട്ട അതിലേക്ക് ഇടുക, ചെറിയ 2 കഷ്ണം. കൂടെ നമുക്ക് ജീരക 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് എല്ലാ മസാലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. പച്ചമണം മാറിക്കിട്ടും. ഇനി നമുക്ക് പാനിലോട്ട് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ഉള്ളി ഇതിലിട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാന്. വഴറ്റിയെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയൊരു മിക്സിയിലിട്ട് ഇതിന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഒറ്റ വട്ടം കറക്കിയാൽ മതി. ഇതുപോലെ ആവും. അപ്പം മുഴുവൻ പേസ്റ്റ് ആക്കരുത്, ഒരു മീഡിയം ടൈപ്പിലുള്ള പേസ്റ്റ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും അതേ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം മിക്സിലുണ്ടായിരുന്ന ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്താൽ മതിയാവും. കരിയാതെ സൂക്ഷിക്കുക. അടുത്തത് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി അത് ചോപ്പറിൽ നന്നായിട്ടൊന്ന് തിരിച്ചതിന് ശേഷം ഇതേപോലെ പേസ്റ്റായി കിട്ടും. അത് ഇതിനോട് ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. 1 മിനിറ്റ് ഇതിനെ നന്നായിട്ട് വേവിക്കുക. അതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യാനുസൃതം അതിൽ ഉപ്പും ചേർക്കാം. അറ്റ് ലാസ്റ്റ് നമുക്ക് ചേർക്കാവുന്നത് അതിൽ 1 ടീസ്പൂൺ ഗരം മസാല. സോ എല്ലാ കൂട്ടുകളും ആയിട്ടുണ്ട് ഇതിലേക്ക്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം. 2 മിനിറ്റ് നേരിട്ട് വയ്ക്കി അതിനെ നന്നായിട്ട് ഇളക്കി വേവാൻ അനുവദിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ക്യാപ്സിക്കം ഇതിലോട്ട് ഇട്ട് ആ കൂട്ടിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിൻ്റെ കൂടെ മഷ്റൂം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി എല്ലാ മിക്സിങ്ങും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ലേശം ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഗ്രേവി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇത് നാളികേരം ഇല്ലാത്ത അല്ലെങ്കിൽ നാളികേര പാല് ഉപയോഗിക്കാത്ത ഒരു റെസിപ്പിയാണെന്ന് ഉണ്ടാക്കുന്നത്. നാളികേരത്തിൻ്റെ പാല് ഇല്ലെങ്കിൽ നാളികേരം നമുക്ക് വറുത്തരച്ച് അങ്ങനെയും ചെയ്യാം.
സോ ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചിട്ട് 1-1.5 കപ്പ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു അടപ്പ് വെച്ച് അടച്ചതിന് വേവിക്കാൻ അനുവദിക്കാം. ഏകദേശം 5 മിനിറ്റ് നേരം, കാരണം മഷ്റൂം നന്നായിട്ട് വേവണം. സോ നമുക്ക് കഴിക്കാനുള്ള റെസിപ്പി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് ചേർക്കാവുന്നത് മല്ലിയില ചെറുതായി മുറിച്ചിട്ട് അതിലിടാം. നല്ല ഫ്ലേവർ കിട്ടും. ഇത് ചപ്പാത്തി, പൊറോട്ട, പൂരി, റൈസ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. എല്ലാ പ്രേക്ഷകർ നന്നായിട്ട് ഉണ്ടാക്കി നോക്കി അതിനെപ്പറ്റി വിലയിരുത്തുക. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കാണുന്നു. പുതിയതായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. ശരി.